വെൽക്കം ടു ചാനൽ. അപ്പോൾ goodhappenshere എന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നൊരു ഗ്ലൂക്കോമീറ്റർ ആണ്. ആക്ച്വലി ഇതൊരു ബ്ലൂടൂത്ത് സപ്പോർട്ടുള്ളൊരു ഗ്ലൂക്കോമീറ്റർ ആണ്. Accu-Chek ഇൻസ്റ്റൻ്റ്. ഇതിൻ്റെ കുറേ മോഡൽ Accu-Chekനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. Accu-Chekൻ്റെ ആക്റ്റീവ് ഉണ്ട്, അതുപോലെ ഇൻസ്റ്റൻ്റ് എസ് ഉണ്ട്. ഇത് എന്താ പറയുക, ബേസിക് ഇൻസ്റ്റൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഇതിൽ ബ്ലൂടൂത്ത് സപ്പോർട്ട് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റുന്നതായിരിക്കും ഒരു എംബ്ലം. അതുപോലെ ഇപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു വില റേറ്റ് കുറഞ്ഞൊരു മോഡലാണ് ഇൻസ്റ്റൻ്റ് വരും എസ് എന്ന് വരുന്നത്. പിന്നെ ഇതിൽ 10 സ്ട്രിപ്സ് ഫ്രീ ഉണ്ട്, അതാണ് ഈ കാണുന്നത്. പിന്നെ ഇതൊരു വൈറ്റ് കളറാണ്. ഇതിൽ നമുക്ക് ഒരു ആപ്പ് സപ്പോർട്ടും ഉണ്ട്, മൈ ഷുഗർ ആപ്പ് എന്നൊരു ആപ്പ് ഉണ്ട്. ഇപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. സംഭവം ഇപ്പോൾ നമുക്ക് പാക്കേജിങ് പ്രൈസ് വരുന്നത് ഞാൻ നെറ്റ്മെറ്റ്സ് എന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ബെസ്റ്റ് ബൈ ലിങ്ക് നെറ്റ്മെറ്റ്സിലാണ്. അതിൻ്റെ പ്രൈസ് കുറവ് അതിലാണ്. ഒരു 1300 റേഞ്ച് വരുന്നുണ്ട്. നമുക്ക് ആമസോണിലൊക്കെ ഒരു 1500 ആ റേഞ്ച് വരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ MRP നോക്കിയാലും 1550 വരുന്നത്. അപ്പോൾ നെറ്റ്മെറ്റ്സിലാണ് ആക്ച്വലി ഇപ്പോൾ റേറ്റ് കുറഞ്ഞ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മുടെ ആമസോൺ ലിങ്കൊക്കെ ഉണ്ടായിരിക്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ, താല്പര്യമുള്ളവർക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സ് ചെയ്യാവുന്ന ആദ്യം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. അത് വേഗം ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഞാൻ എന്തായാലും സീല് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ബോക്സ് ഒന്ന് നോക്കാം. Accu-Chek ഇൻസ്റ്റൻ്റ് എഴുതിയിട്ടുണ്ട്, ഫ്രീ വൈറൽ 10 സ്ട്രിപ്പിന് എഴുതിയിട്ടുണ്ട്. പിന്നെ വൈറ്റ് കളറാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു റീഡിങ് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. ബാക്കിയെല്ലാം നമുക്ക് ഈ ഷുഗർ റീഡിങ്ങാണ് ഇവിടെ വരുന്നത്. അതെല്ലാം വരുന്നത് mg/dl യൂണിറ്റിലാണ് വരുന്നത്. പിന്നെ ഈ ഫോർട്ട്ലെസ് ചോയ്സ്, അതുപോലെ എന്താ പറയുക ഇൻഡിക്കേറ്റർ, അപ്പോൾ വേറെ കുറേ ഭാഷയിലേക്ക് എഴുതിയിട്ടുണ്ട് കേട്ടോ. റോഷ എന്ന് പറഞ്ഞ ബ്രാൻഡ് നിങ്ങൾ വരുന്നുണ്ടായിരിക്കും. അമേരിക്കൻ അല്ല, സോറി, ജർമ്മൻ ബ്രാൻഡാണിത്, റോഷ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ സൈഡിൽ പോയി കഴിഞ്ഞാൽ ഫോക്കസിങ് കുറച്ച് പോയിട്ടുണ്ട്. മെയ്ഡ് ഇൻ ജർമ്മനി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, കാണാൻ ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം അവിടെ ഇതാ റോഷ ഡയബറ്റിക് കെയർ, ജർമ്മൻ ബ്രാൻഡാണ് ആക്ച്വലി. പിന്നെ ബാക്ക് സൈഡിൽ നമുക്ക് സൂം നോക്കാം. നോ മീറ്റർ സെറ്ററിന് ഇതിൻ്റെ വയർലെസ് കണക്ടിവിറ്റി, അതുപോലെ പ്രൂവ് ആൻഡ് ആക്യുറസി അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ തന്നെ ഒരു റീഡിംഗ് ഉണ്ട്, ഒരു ബ്ലൂ, ഗ്രീന്, റെഡ് എന്ന് വെച്ചാൽ അതിൻ്റെ നമ്മുടെ ഷുഗറിൻ്റെ റീഡിംഗ് അനുസരിച്ചിട്ട് അതിൽ കാണിക്കും, ഈ ആരോ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അത് മിക്ക എല്ലാവരും ഉണ്ട്. പിന്നെ അതിൻ്റെ സ്ട്രിപ്പിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എന്താ പറയുക, നമുക്കൊരു പെണ്ണ്, നമുക്ക് ഈ കൈമ കുത്തിയിട്ട് നമുക്ക് ബ്ലഡ് എടുക്കാനുള്ള ടൈപ്പ് ഒരു പെൻ ഉണ്ടാവും അതിൽ, അതിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്, സോഫ്റ്റ് ക്ലിക്കുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് മുകളിലായിട്ട് ഓട്ടോമാറ്റിക്കലി സിങ്ക് ടു മൈ ഷുഗർ ആപ്പ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇത് ബ്ലൂടൂത്ത് സപ്പോർട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലൊക്കെ ഉള്ളൊരു ആപ്പാണ് മൈ ഷുഗർ ആപ്പ്. ഇവരുടെ മൈ ഷുഗർ പ്രോ ഫ്രീ ആണത് ആക്ച്വലി. പിന്നെ പ്രൈസ് ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കാണിക്കാനുള്ളത് അതിൽ പുറത്തേക്കുന്നത് 1549 പ്രൈസ് വരുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിയത് 1349 ഉണ്ടാവും. അത് 200 റുപ്പീസ് കുറവ് വരുന്നുണ്ട്. അത് നെറ്റ്മെറ്റ്സിലാണ് വരുന്നത് കുറവ് റേറ്റ് വരുന്നത്. പിന്നെ വേറെ ഡീറ്റെയിൽസൊന്നും ഇല്ല. അതിൽ കണ്ടെയ്ൻസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സ്റ്റൻ മീറ്റർ ഉണ്ട്, ബാറ്ററി ഉണ്ട്, പിന്നെ സോഫ്റ്റ് ക്ലിക്ക് പെന്നുണ്ട്, ലാൻറ്റിംഗ് എന്നാണ് പറയുന്നത്. അതുപോലെ ലാൻഡ്സ്ലെറ്റ് എക്സ്ട്രാ ഉണ്ട്, ക്യാരി കേസ് ഉണ്ട്. അതുപോലെ നമുക്ക് വരാനുള്ള ടെസ്റ്റിംഗ് നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള നമ്മുടെ സ്ട്രിപ്പ് അത് എക്സ്ട്രാ ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്കിത് എന്തായാലും ഓപ്പൺ ചെയ്യാം. നേരത്തെ സീലിംഗ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. അത് ഇങ്ങനെ തുറക്കണം. അത് നല്ല ടൈറ്റ് ഉണ്ട് ഇടാൻ ഫസ്റ്റ് തന്നെ. അതിപ്പോൾ ഇങ്ങനെ തുറക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. ഇവിടെയും നമുക്കൊരു ടേപ്പ് പൊട്ടിച്ചിട്ടുണ്ടാവും. ആ ടേപ്പ് നമുക്കൊന്ന് കട്ട് ചെയ്യണം. അതെന്താ വെച്ചാൽ നമ്മുടെ സ്ട്രിപ്പ് അതിലൂടെ ഒരു ഒട്ടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ടേപ്പ് വരുന്നത്. ഞാൻ ആ ടേപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബുക്ക്ലെറ്റ് തന്നെ ഫസ്റ്റ് വരുന്നുണ്ട്. നമ്മുടെ ആ ആപ്പിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഡൗൺലോഡ് മൈ ഷുഗർ ആപ്പ് എന്നൊരു ബുക്ക്ലെറ്റ് പോലെ തന്നിട്ടുണ്ട്. നമുക്ക് ബുക്ക്ലെറ്റ് എന്തായാലും കാര്യമായിട്ടൊന്ന് നോക്കാം. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് മൈ ഷുഗർ ആൻഡ് Accu-Chek ഇൻസ്റ്റൻറ്റ് മീറ്ററിന് കൊടുത്തിട്ടുണ്ട്. ആ ആപ്പിൻ്റെ ഒരു എന്താ പറയുക, എന്താ പറയുക, ഓവറോൾ വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ബുക്ക്ലെറ്റാണ്. പിന്നെ അതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് അതുപോലെയൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് എന്താ പറയുക, ഡൗൺലോഡ് ഇൻസ്റ്റാൾ മൈ ഷുഗർ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന്. പിന്നെ ബ്ലൂടൂത്ത് എനേബിൾ ചെയ്യുക. പിന്നെ നമുക്ക് കാണിച്ചു തരുന്ന പോലെ സെറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കണക്ഷൻസിൽ പോയി കഴിഞ്ഞാൽ സൈഡ് മെനുവിൽ മൈ ഷുഗർ ആപ്പിൽ കണക്ഷൻസ് പോയി കഴിഞ്ഞാൽ Accu-Chek ഇൻസ്റ്റൻറ്റിൽ കാണാം. അത് ടാപ്പ് ചെയ്ത് കണക്ട് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ടേൺ ഓഫ് യുവർ മീറ്റർ, പ്രസ് ആൻഡ് ഹോൾഡ് ദ മീറ്റർ ബട്ടൺ ഫോർ 5 സെക്കൻഡ് വെൻ പ്രോംപ്റ്റഡ് എൻ്റർ ദ പിൻ ഡിസ്പ്ലേഡ് ഓൺ ദ ബാക്ക് ഓഫ് ദ മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് സെറ്റ് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരാം എന്തായാലും. പിന്നെ ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക് സിങ്ക്രോണൈസ് കിട്ടുക. ഈ ആപ്പിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റീഡിങ്സൊക്കെ ഒരു സേവ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് എഴുതി വയ്ക്കേണ്ട അങ്ങനെ ഒരു ആവശ്യമില്ല, റെക്കോർഡ് പോലെ ഇരുന്നോളും. നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ വരുന്നത് ഒരു വലിയൊരു ബുക്ക്ലെറ്റാണ്. ഒരു മാനുവലാണ് ആക്ച്വലി. വേറെ എന്തൊക്കെയോ ഭാഷയിലൊക്കെ ഉണ്ട്. ജർമ്മനിലായിരിക്കണം മിക്കവാറും. ജർമ്മൻ ഫസ്റ്റ് തന്നെ വരുന്നത് ജർമ്മൻ ഭാഷ തന്നെയാണെന്നുണ്ട്. ഇത് ഫുൾ ജർമ്മൻ ആണെന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഒരു Accu-Chekൻ്റെ ഒരു ബിസിനസ് റിപ്ലൈ കാർഡാണ്. മാറ്റി വയ്ക്കാം.
പിന്നെ വരുന്നത് വേറൊരു ബുക്ക്ലെറ്റ്, കുറേ ബുക്ക്ലെറ്റ് ഉണ്ട് കേട്ടോ. ഇത് യൂസർ മാനുവലാണ്, ഇംഗ്ലീഷിൽ ഉള്ള യൂസർ മാനുവലാണ്. എന്താ സംഭവം, നമുക്കിത് വലിയ ആവശ്യമില്ല. ഇപ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് ആവശ്യം വരും. നമ്മൾ വേറെ ബ്രാൻഡ് ഇതിൻ്റെ തന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് എസ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്, ഞാനല്ല അമ്മയ്ക്ക്. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ വേറെ വാങ്ങിയത് തന്നെ. ഒരു കിക്ക് സ്റ്റാർട്ട് ഗൈഡും ഉണ്ട്. നമുക്ക് വലിയ ആവശ്യമില്ല, നമുക്ക് ആ ആപ്പിൻ്റെ കണക്ഷൻ മാത്രമേ ജസ്റ്റ് നോക്കാറുള്ളൂ, അത് മാത്രമേ ഉള്ളൂ പുതിയതായിട്ട്. പിന്നെ അതന്നെ കിക്ക് സ്റ്റാർട്ട് ഗൈഡിന് വേറെ ഭാഷയിൽ ജർമ്മനായിരിക്കും. പിന്നെ വേറെ എന്താ, ഇതൊരു സോഫ്റ്റ് ക്ലിക്കിൻ്റെ ലാൻസിങ് ഡിവൈസസിൻ്റെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് പോലത്തെ സംഭവം. എന്താ ഇതും വലിയ ആവശ്യമില്ല, അത്രേ ഉള്ളൂ. ബോക്സ് കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്കൊരു ബാഗിലാണ് തന്നേക്കുന്നത്. നമുക്ക് ഈ ബാഗിലാണ് സംഭവം എല്ലാത്തിനും വെക്കേണ്ടതും ഡിവൈസൊക്കെ സേവ് ചെയ്യാനൊക്കെ ബാഗ്, പെന്നും ഒക്കെ എക്സ്ട്രാ അറകളുണ്ടല്ലോ നമുക്ക് വെക്കാനൊക്കെ. ഈ പെന്നിൽ നമുക്ക് എന്തായാലും പെന്നിൽ ലാൻസിങ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമുക്കിവിടെ നമ്മുടെ ഇത് വെക്കേണ്ടത്, എന്താ പറയുക, നീഡിൽ വെക്കേണ്ടത്. ഇത് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതാണ് ഈ പെന്ന്. അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഇവിടെ അമർത്തി കഴിഞ്ഞാൽ ലോക്കായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ വരുന്നതാണ് ആ സംഭവം. പിന്നെ ഇവിടെ അതിൻ്റെ കുറച്ച് നീഡിൽസ് നമുക്ക് എക്സ്ട്രാ ഫ്രീ തന്നേക്കുന്നത് വെച്ചിട്ടുണ്ട്, നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരും എന്തായാലും. പിന്നെ നമ്മുടെ മെയിൻ ഡിവൈസ് ഒരു വൈറ്റ് കളറാണ്, ശരിക്കും ഇത് ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്ന് വെച്ചാൽ ചളി കഴിഞ്ഞാൽ ആകെ ബോറാവും, അത് വേറെ കാര്യമാണ്. ശരിക്കും ബ്ലാക്കാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ വന്നത് വൈറ്റാണ്. അപ്പോൾ നമുക്ക് ബാറ്ററി കമ്പാർട്ട്മെൻറ്റും തുറന്ന് നോക്കാം. 2 ബാറ്ററി ഉണ്ട് കേട്ടോ അതിൽ. ബ്ലൂടൂത്ത് എനേബിളുള്ള കാരണമൊന്നുണ്ട്. 2 ബാറ്ററി പാനസോണിക്കിൻ്റെ ഒന്നും ബാറ്ററി വന്നിട്ടുണ്ട്. നോർമലി ഇതിൻ്റെ ഇൻസ്റ്റൻറ്റ് എസ് എന്ന് പറഞ്ഞ മോഡലിൽ ആകെ ഒരു ബാറ്ററി ഉണ്ടാകുന്നുള്ളൂ. അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇതായത് കൊണ്ട് തന്നെയാണ്, ബ്ലൂടൂത്തുള്ള സപ്പോർട്ടുള്ളത് കൊണ്ട് തന്നെ എക്സ്ട്രാ ബാറ്ററി വന്നിട്ടുണ്ട്. 3 വാട്ടിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അടയ്ക്കാം. ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓൺ ആവണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആകെ ഒരു ബട്ടണുള്ളൂ, നമുക്ക് മെമ്മറി ഇതൊക്കെ നോക്കാനുള്ളതാണ്. പിന്നെ ആവറേജൊക്കെ നമുക്കിവിടെ കാണും, പക്ഷേ ഇതിലൊന്നുമില്ല, പുതിയതാണല്ലേ, അപ്പോൾ ഒന്നും കാണില്ല. പിന്നെ നമുക്കിതിൽ നമ്മുടെ ഈ ടെസ്റ്റ് സ്ട്രിപ്പ് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവം വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ആപ്പിലേക്ക് ഒന്ന് പോകാം. ഇതിൽ ലാൻസെൻ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നോക്കാം. എന്ന് വെച്ചാൽ സംഭവം ഇതന്നെ, എന്താ നീഡിൽ ഇത് നമുക്ക് ഇടയ്ക്കല്ല, ഒരു അത്യാവശ്യം കുറേ കഴിയുമ്പോൾ മാറ്റാമെന്ന് വെച്ചാൽ ഫ്രഷ് നല്ല മുറിച്ചുള്ള നീഡിൽസ് ആണെങ്കിൽ നമുക്ക് കുത്തുമ്പോൾ അങ്ങനെ അറിയില്ല, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു വേന വരും. അപ്പോൾ നമുക്കിത് ചെയ്യേണ്ടത് ഇത് തുറക്കുക, ഇത് വയ്ക്കാൻ അത്രേ ഉള്ളൂ. എന്നിട്ട് ഇത് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നീഡിൽ പുറത്തേക്ക് വരും, അത്രേ ഉള്ളൂ സംഭവം. പിന്നെ ഇത് അടച്ചു വയ്ക്കുക. ഇത് നമ്മുടെ ഒരു ലെങ്ത്താണ്, നോർമലി ഒരു 3 വെച്ചാൽ മതി. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മുടെ ലാൻഡ്സെറ്റ് ഓക്കെ ആയിട്ടാണ്. ശരിക്കും ഇഞ്ഞോട് ഒത്തിരി നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ബ്ലഡ് വരും. പിന്നെ നമുക്കിനി ചെയ്യാനുള്ളത് എന്തായാലും ആപ്പ് ഞാൻ സെറ്റ് ചെയ്യുന്ന ആപ്പ് ഞാൻ ഡൗൺലോഡിങ് ഇട്ടിട്ടുണ്ട്. അത് അത്യാവശ്യം ഒരു 50 MB റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബ്രൈറ്റ്നസ് ഒന്ന് കുറയ്ക്കാം, ഓട്ടോ ബ്രൈറ്റ്നസ് കളയാം. ഇൻസ്റ്റാളിങ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മിക്കതും ഇപ്പോൾ കഴിയും. ഒരു 49 ആ റേഞ്ചിൽ MB വരുന്നുണ്ട് കേട്ടോ, സൈസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, നമുക്ക് ഓപ്പൺ ചെയ്യാം. മൈ ഷുഗർ ആപ്പ് എന്ന് കാണിക്കുന്നത് മേക്ക് ഡയബറ്റിക്സ് സക്ലെസ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇമെയിലൊക്കെ കൊടുത്തിട്ടൊന്ന് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മുടെ ആപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്, അതാണ് മൈ ഷുഗർ ആപ്പ് വരുന്നത്. ഇതിൽ നമുക്ക് ക്രിയേറ്റ് ഫസ്റ്റ് ലോഗും അതുപോലെ കണക്ട് നൗ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കണക്ട് നൗ കൊടുക്കാം. ബ്ലൂടൂത്ത് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ Accu-Chek ഇൻസ്റ്റൻ്റ്ലി സിങ്ക്രണൈസ് വിത്ത് മൈ ഷുഗർ കണക്റ്റഡ് വൺസ് ആൻഡ് വാല്യൂ ട്രാൻസ്ഫർ ഓട്ടോമാറ്റിക് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ കണക്ട് കൊടുത്തു. ലെറ്റ്സ് എനേബിൾ ബ്ലൂടൂത്ത് ആൻഡ് ലൊക്കേഷൻ സർവീസ്. അപ്പോൾ അലോ കൊടുക്കാം നമുക്ക്. While using the app, turn off the meter if it is on. Long press the button on the right side of the meter 3 seconds. ഓക്കെ, അപ്പോൾ നമുക്കിത് 3 സെക്കൻഡിൽ അമർത്തി പിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബ്ലൂടൂത്തിൻ്റെ ഫങ്ഷൻസ് ഓൺ ആയിട്ടുണ്ട്. അവിടെ ബ്ലൂടൂത്തിൻ്റെ ഒരു പടം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്താ ഡിവൈസ് കാണിച്ചു. അപ്പോൾ നമുക്ക് കൊടുക്കാം. ഫൈൻഡ് ദ കോഡ് ഓൺ ദ ബാക്ക് ഓഫ് ദ മീറ്റർ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിൽ പോയിട്ടൊരു പിന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റർ കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ പിൻ എൻ്റർ ചെയ്യണം കേട്ടോ. കൂടെ കൊടുത്തേക്കുന്നത് 936970 പേര് കൊടുത്തു. അപ്പോൾ ഫ്രം നൗ ഓൺ ബ്ലഡ് ഷുഗർ യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് വേണമെങ്കിൽ യൂണിറ്റ് നമുക്ക് മാറ്റാം. ടൈപ്പ് ഡയബറ്റീസ് ഒന്നും വേണ്ട, നമുക്ക് എന്തായാലും കൊടുക്കാം. സംഭവം കൺഫേം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇനി നമ്മളിപ്പോൾ ഷുഗർ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലിക്ക് ട്രാൻസ്ഫർ ആയിക്കോളും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷുഗർ നോക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ബ്ലഡ് നോക്കണമല്ലോ. അതിന് മുമ്പ് നമുക്കൊരു അതുപോലെ ഒരു എടുത്ത് വയ്ക്കാൻ എന്തായാലും പറഞ്ഞാൽ ചെറിയ സംഭവം ഉണ്ട്. ഇത് നമുക്ക് നോക്കാം. അപ്പോൾ
അപ്പോൾ നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ, കറക്റ്റ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് നോർമൽ തന്നെയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അവിടെ കണ്ടു 96 ഇവിടെ നമ്മുടെ ആപ്പിൽ വന്നിട്ടുണ്ട് 96. പിന്നെ ഇവിടെ ഈ ഓരോ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അവസാനം നമ്മൾ ഫസ്റ്റ് ചെയ്ത കാരണം ഹെൽത്തി എന്ന് കാണിച്ചിട്ടുണ്ട് അതിലൂടെ. അപ്പോൾ നമുക്ക് ഈ ആപ്പ് കുഴപ്പമില്ല, കറക്റ്റ് അപ്പോൾ തന്നെ നമുക്കിപ്പോൾ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടൊന്നും മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടി എക്സ്ട്രാ നമ്മൾ റേറ്റിംഗ് സിങ്ക്രണൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഓട്ടോമാറ്റിക്കലി സിങ്ക്രണൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ആപ്പിൽ നമുക്കൊരു എന്താ പറയുക, നമുക്ക് ഫുഡ് സജസ്റ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് കാണാം അതിൻ്റെ സെറ്റിങ്സുകൾ കുറച്ച് കാണാം, പ്രൊഡക്ട്സ്, അതേപോലെ നമ്മുടെ ലാസ്റ്റ് ഡേയ്സിൻ്റെ ആവറേജ് അതൊക്കെ ഇവിടെ കാണിക്കും. ഓട്ടോമാറ്റിക് സേവ് ചെയ്യണമെന്നാണ് കേട്ടോ ഇതിൽ. പോയിൻറ്റ്സും അതുപോലെ ഡോക്ടർ കൺസൾട്ടേഷനൊക്കെ ഉണ്ട് നമുക്കിവിടെ. എന്താ പറയുക നമ്മുടെ ഇപ്പോൾ ഡാറ്റാസ് കുറച്ച് കണക്ട് ആയി കഴിഞ്ഞാൽ, റിപ്പോർട്ട്സൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ടായിട്ട് മാറ്റിയെടുക്കാം. അതുപോലെ കണക്ഷൻസ് നമുക്ക് വേണമെങ്കിൽ ഡോക്ടറിനെ കണക്ട് ചെയ്യാം, അതുപോലെ Accu-Chekകാരെ കണക്ട് ചെയ്യാം, ഗൂഗിൾ ഫിറ്റായിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അങ്ങനെ കുറേ ഓപ്ഷൻസുകൾ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ആപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഏകദേശം അറിയാത്തവർക്ക് ഏകദേശം ഒരു പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒരു അത്യാവശ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അങ്ങനെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പറയാം. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.